ഞങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ ദേശനിവാസികളെ, വിവിധ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ കടന്നു ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ വൈകിയ നിമിഷം ഈ ദേശത്തും കടന്നു വന്ന് ജീവനുള്ള ജീവിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ പ്രകാരം ഒരു ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിന് സർവേശ്വരനായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നാം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് മദ്യവും മയക്കുമരുന്നും ലഹരിക്കും അടിമപ്പെട്ട് അനേക യൗവന തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ഒരു നേരത്തെ ആശ്വാസത്തിന് വേണ്ടി മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ച് അവരുടെ ജീവിതം തന്നെ നശിച്ചു പോകുന്ന ഒരു അനുഭവമാണ് പല യൗവനക്കാരികളുടെയും ജീവിതം പരിശോധിച്ചാൽ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങളെ ദൂരസ്ഥലങ്ങളിൽ പഠിക്കുവാൻ വിടുമ്പോൾ അവരുടേതായ കൂട്ടുകെട്ടുകളിൽ ഒരു നേരത്തെ സന്തോഷത്തിനു വേണ്ടി തുടങ്ങുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അവർക്ക് നിർത്തുവാൻ കഴിയാത്ത നിലവാരത്തിൽ അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾക്കിവിടെ കടന്നു വരുവാനും ഇതേപോലുള്ള ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച അനേക യൗവനക്കാരികളെ ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും അവരോട് സംസാരിക്കുവാനും അതിൻ്റെ മൂല കാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു നിമിഷത്തെ തെറ്റുമൂലം അവരുടെ ജീവിതം തന്നെ താറുമാറായി പോയ അനുഭവങ്ങൾ ഒട്ടേറെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോട് ഉപദേശിക്കുവാൻ കഴിഞ്ഞത്, സർവശക്തനായ ദൈവത്തിങ്കൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഈ പാപ സ്വഭാവത്തെ മാറ്റി പുതിയൊരു വ്യക്തിയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങൾ അവരോട് പറയുവാനും പഠിപ്പിക്കുവാനും തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ച ഒത്തിരി ചരിത്രങ്ങളും ഒത്തിരി സംഭവങ്ങളും ഞങ്ങളുടെ മുൻപിലുണ്ട്. പ്രിയ സുഹൃത്തെ, ഞങ്ങൾ ഇന്ന് പകൽ വിളിച്ചു പറയാം. പലരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പലരെയും സമീപിച്ചിട്ട് അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ സഫലമാക്കാതെ നശിച്ചു പോകുമ്പോൾ ഇന്ന് പകൽ ഒരു വ്യക്തിയെ ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ പരിചയപ്പെടുത്താം. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലമരത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പാപത്തിന് പരിഹാരമായി കാൽവറിയുടെ കുലമരത്തിൽ യാഗമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് ഈ ദേശത്ത് ഉയർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ് രക്ഷ, എന്താണ് ക്രിസ്തു, എന്തിന് ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുള്ള അനേക ചോദ്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മുൻപിൽ വന്നേക്കാം. എന്നാൽ ഒന്ന് വിളിച്ചു പറയാം, മറ്റൊരുത്തലിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അത് ഞങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. പലപ്പോഴും പലരും പലതിലും ആശ്രയിച്ച് രക്ഷ നേടാമെന്നുള്ള ആഗ്രഹത്തോടെ മുൻപോട്ട് പല നേർച്ചകളും കാഴ്ചകളും അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒത്തിരി വ്യക്തികളെ കാണുവാൻ കഴിയും. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത ഒരു രക്ഷയുടെ സന്ദേശമാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. അത് കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന് നിങ്ങളുടെ പാപത്തിന് പരിഹാരമായ യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽ ഇവിടെ ഉയർത്തുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പാപത്തിൻ്റെ ഏത് അവസ്ഥയിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സത്യസുവിശേഷമാണ് ഇന്ന് പകൽ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒട്ടേറെ വാർത്തകൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ വാർത്തകൾക്കൊന്നും ഒരു സന്തോഷം നൽകുവാൻ കഴിയുന്ന വാർത്തകളല്ല ലഭിക്കുന്നത്. പലപ്പോഴും മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഒട്ടനവധി വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ കൂടി നമുക്ക് കേൾക്കുവാൻ കഴിയും. നമുക്ക് കാണുവാൻ കഴിയുന്നത് യൗവനക്കാരികളും ഒരുപോലെ പാപത്തിൻ്റെ അടിമയായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പാപത്തിൻ്റെ മോഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയാം, പാപത്തിൻ്റെ മലിനതയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ പാപത്തിൻ്റെ ഏത് അനുഭവത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു നസ്രയനെ ഈ ദേശത്ത് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പലപ്പോഴും
പലപ്പോഴും ഒരു നേരത്തെ സമാധാനത്തിനു വേണ്ടി പലതിലും ആശ്രയിച്ചിട്ട് ആശ്രയം ലഭിക്കാതെ ജീവിതം തന്നെ നശിപ്പിക്കുവാൻ, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പല ഭവനങ്ങളിലും പല വ്യക്തികളെയും നമുക്ക് കാണുവാൻ കഴിയും. കടഭാരങ്ങൾ കൊണ്ടും മറ്റനുഭവത്തിൻ്റെ വീതിയിൽ കൂടി കടന്നുപോയി അവരുടെ ജീവിതം തന്നെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ ഒന്ന് വിളിച്ചു പറയാം, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്ന നല്ല ജീവനെ നശിപ്പിക്കുവാൻ നമുക്ക് അധികാരമില്ല എന്നുള്ള സത്യം ഇന്ന് പകൽ തിരിച്ചറിയേണ്ടത് വളരെ അത്യന്താപേക്ഷികമാണ്. പ്രിയ സുഹൃത്തെ, എങ്ങനെ രക്ഷപ്പെടാം, എങ്ങനെ രക്ഷ പ്രാപിക്കാം എന്ന് ചോദിച്ചാൽ ഒന്നേ ഞങ്ങൾക്ക് ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ കഴിയത്തുള്ളൂ. ഇന്നേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കുലമരത്തിൽ യാഗമായി തീർന്ന എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു നസ്രയനുണ്ട്. ആ നസ്രയൻ്റെ പാദപീഠത്തിലേക്ക് ഇന്ന് പകൽ താങ്കൾ അടുത്തു വരുവാൻ കഴിയുമെങ്കിൽ, താങ്കളുടെ ഏത് അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിനെ ഞങ്ങൾ ഈ ദേശത്ത് പരിചയപ്പെടുത്തുകയാണ്. പലപ്പോഴും ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദേശനിവാസികളെ, നിങ്ങൾക്ക് ഈ അനുഭവത്തിൻ്റെ സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ ഒരു അവസരം ലഭിച്ചിട്ടും താങ്കൾ അതിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ ഒന്ന് പറയാം, ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിങ്ങളുടെ പാപത്തിൻ്റെ മലിനതയിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന കർത്താവിങ്കിലേക്ക് ഇന്ന് പകൽ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി ഇന്ന് പകൽ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെ സമയം ചിലവഴിച്ച് പല ദേശങ്ങളിലും പല സ്ഥലങ്ങളിലും കടന്നു പോകുന്നതിൻ്റെ ചേതോപകാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേക ഭവനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് സത്യസുവിശേഷം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാൻ ലഭിക്കുന്ന ഒരു സമയവും ഞങ്ങൾ പാഴാക്കാതെ ആ സമയം ഞങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പലപ്പോഴും പല ഭവനങ്ങളും തകർച്ചയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും അവർക്ക് ഉപദേശം നൽകുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ചിന്തകളിലേക്ക്, അവരുടെ കേൾവിയിലേക്ക് എത്തിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പലപ്പോഴും പല ഭവനങ്ങളിലും മരണവും നിലവിളിയും ഉയരുമ്പോൾ ഒന്ന് വിളിച്ചു പറയാം, ഇങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് ഇങ്ങനെ ശബ്ദമുയർത്തി പല മേഖലകളിൽ ഇങ്ങനെ ശബ്ദമുയർത്തുമ്പോൾ ശബ്ദപരിധിയിൽ കൂടി കേൾക്കുന്ന പല വ്യക്തികളും അവരുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിച്ചതായി കാണുവാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരു നസ്രായനേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. പല വ്യക്തികളുടെയും ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. പല വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അഹിംസയുടെ മാർഗത്തിലൂടെ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ അതിൻ്റെ പിൻപിലുള്ള സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരു ചെകിടത്തടിക്കുന്നവന് മറ്റു ചെകിടും കൂടി കാണിച്ചു കൊടുക്കണമെന്ന് ഗാന്ധിജിയുടെ ഹൃദയത്തിൽ വിശുദ്ധ തിരുവെഴുത്തിലെ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണങ്ങളെന്ന് അറിയപ്പെടുന്ന സുവിശേഷത്തിൻ്റെ ഈടുറ്റ ഭാഗങ്ങൾ ഗാന്ധിജിയുടെ ഹൃദയത്തിൽ രൂപാന്തരപ്പെടുത്തുവാനിടയായി. പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാൻ കഴിയാതെ പാപത്തിൻ്റെ മലിനതയിൽ, പാപത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ താങ്കളുടെ ജീവിതത്തിനെ രൂപാന്തരപ്പെടുത്തി ഒരു നല്ല വ്യക്തിത്വമാക്കി തീർക്കുവാൻ ഞങ്ങളിവിടെ പ്രസന്റ് ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഈ സത്യസുവിശേഷത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. പല മാതാപിതാക്കൾക്കും മക്കൾക്ക് നല്ല ഒരു ഭാവിയെ കരുതുവാൻ കഴിയാത്ത ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ യേശുവിനെ അറിഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ആരോഗ്യത്തോടെ ബലത്തോടെ നിൽക്കുവാൻ ദൈവം ഞങ്ങളെ ശക്തരാക്കിയത്. അതുകൊണ്ട് ഇന്ന് പകൽ ഒന്ന് ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ശക്തനാണ്.
കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ഏത് അനുഭവത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തനാണ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ സകല പാപത്തിൽ നിന്നും പരിഹാരം വരുത്തുവാൻ ശക്തനാണ്. ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയ സുഹൃത്തെ, ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ഈ ശബ്ദം കേട്ട് ഒരു മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഞങ്ങളോടൊപ്പം കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്ന് പകൽ വിരാമം കൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് സമയം അനുവദിച്ച കർത്താവിൻ്റെ വലിയൊരു ദാസനോടുള്ള നന്ദിയും വന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശബ്ദം നിർത്തുന്നു.